സച്ചി രേവതി ട്രിപ്പ് ക്യാൻസലാക്കി മടങ്ങി വരികയാണ്. രേവതി സച്ചിയോട് വഴക്കിട്ട നിമിഷം തന്നെ വീട്ടിലേക്ക് തിരിച്ചു പോകണമെന്ന് പറഞ്ഞിട്ട് ട്രിപ്പ് ക്യാൻസൽ ചെയ്ത് മടങ്ങി വരികയാണ് കേട്ടോ. അങ്ങനെ അവർ രാത്രി അവിടെ നിന്ന് പുറപ്പെടുകയാണ്. രേവതിയുടെ ഒരൊറ്റ പിടിവാശിമ സച്ചി അവിടെ നിന്ന് ട്രിപ്പ് ക്യാൻസൽ ചെയ്തിട്ട് തിരിച്ചു വരികയാണ്. പിന്നെ കാണിക്കുന്നത് രേവതിയുടെ വീടാണ്. രേവതിയുടെ വീട്ടിൽ രാത്രി 1 മണിയായി. രേവതിയുടെ അനിയൻ ശരത്തിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അമ്മ പറയുന്നുണ്ട്, മോനെ 1 മണിയായില്ലേ, ഇത്ര നേരമൊക്കെ ഇരുന്ന് പഠിക്കണം, മോൻ കിടക്കുക, നാളെ രാവിലെ എഴുന്നേറ്റ് പഠിക്കാന്ന് പറയുമ്പോൾ പറയും ആദ്യം ഞാൻ പഠിച്ചില്ലെങ്കിൽ അമ്മയ്ക്ക് വിഷമം ഉണ്ടായിരുന്നു, ഇപ്പം പഠിക്കണേനായി വിഷമം ചോദിക്കുമ്പോൾ ഉറക്കം വെച്ചിരുന്ന് പഠിക്കേണ്ട മോനെ, രാവിലെ പഠിച്ചാൽ മതി പറയാണ്. ആ ശരി പറഞ്ഞിട്ട് ഇവൻ കിടക്കാൻ പോണ സമയത്ത്, ശരത്ത് കിടക്കാൻ പോണ സമയത്ത് ദേവു മൊബൈലിൽ ആരോട് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരത്ത് ചോദിക്കണം, നിനക്ക് കിടക്കാറായില്ലൊക്കെയാണ്. ഞാൻ കിടന്നോളാം, നീ എന്താ കിടന്നില്ലേ ചോദിക്കുമ്പോൾ പറയണം, അല്ല നിനക്കെപ്പോഴാ, നീ എന്താ അമ്മയും ഞാനും ഉറങ്ങിയെന്ന് വിചാരിച്ചിട്ടാണോ ഈ ചാറ്റിങ് ചോദിക്കുമ്പോൾ, നീ എന്താടാ ഈ പറയണത് ചോദിക്കുമ്പോൾ, അല്ല മനസ്സിലാവണുണ്ട് എനിക്ക്, ഈ സമയത്ത് നീ ആരോടാ മൊബൈലിൽ ചാറ്റിങ് ചോദിക്കുമ്പോൾ, അതെൻ്റെ കൂട്ടുകാരിയാണ്, ഞങ്ങൾ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് നേരം സംസാരിച്ചു എന്നൊക്കെ വരും, സമയം പോണതൊന്നും അറിഞ്ഞില്ല, അതുണ്ടായതെന്ന് പറയുമ്പോൾ മതി എനിക്ക് മനസ്സിലാവണ്ട, എന്ത് നിനക്ക് മനസ്സിലാവണ്ട, നീ നിൻ്റെ കാര്യം നോക്കി പോടാ, ഒന്ന് കടന്നു പോകണ്ടോ, എനിക്ക് കിടന്ന് ഉറങ്ങണം എന്നിട്ട് ദേവു തലവഴി പുതപ്പ് മൂടാണ്. അപ്പോൾ ശരത്ത് ഇങ്ങനെ നോക്കിയിട്ട് എന്തോ ഒരു കള്ളത്തരം ഉണ്ടല്ലോ എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ട് ശരത്ത് കിടക്കാൻ പോവാണ്. അല്ല ശരത്ത് അവിടെ നിന്ന് പോയ സമയത്ത് പെട്ടെന്ന് ദേവു തലേന്ന് പുതപ്പ് മാറ്റിയിട്ട് എത്തി നോക്കണം അവൻ പോയില്ലേന്ന്. എന്നിട്ട് വിചാരിക്കണം ശരത്തിന് എന്തോ സംശയമുണ്ട്, ശരത്തിനെ സൂക്ഷിക്കണം, സംശയത്തിനുള്ള ഇട കൊടുക്കരുത് എന്നിങ്ങനെ ദേവു ഇങ്ങനെ വിചാരിക്കാൻ കേട്ടോ. പിന്നെ ചന്ദ്രോദയത്തിൽ കോളിംഗ് ബെല്ല് അടിക്കാണ്. കോളിംഗ് ബെല്ല് അടിക്കുമ്പോൾ ചന്ദ്രയും രവീന്ദ്രനും ഹാളിലുണ്ട്. കോളിംഗ് ബെല്ല് അടിക്കുന്ന ശബ്ദം കേൾക്കുമ്പോൾ ചന്ദ്ര പെട്ടെന്ന് പോയി അതിലോർക്കുമ്പോൾ സച്ചി രേവതിയും കൂടി വരികയാണ്. അപ്പം കാറിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് സച്ചി പറയുന്നുണ്ട് രേവതിയോട് അവിടെ ഉണ്ടായതൊന്നും അച്ഛനോട് പറയരുത് എന്നൊക്കെ പറയുന്നുണ്ട്. രേവതി കല്ലി തുള്ളിയിട്ടാണ് അകത്തേക്ക് കയറുന്നത്. അപ്പോൾ ചന്ദ്രൻ അങ്ങനെ ചോദിക്കുന്നുണ്ട്, ഇതെന്താ നിങ്ങൾ എത്ര പെട്ടെന്ന് പോകുന്നത്, 2 ദിവസം കൂടി കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്നല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കണം. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കും, എന്താ മക്കളെ പെട്ടെന്ന് പോകുന്നത്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ ചോദിക്കുമ്പോൾ, ഒന്നുമില്ല അച്ഛാ, അവിടെ കാണാനൊന്നുമില്ല കാര്യമായിട്ട്, അപ്പം ഞങ്ങളും ഇങ്ങോട്ട് പോകുന്നു പറയണം. അപ്പോൾ അതൊന്നല്ലല്ലോ, എന്താ പ്രശ്നം ചോദിക്കുമ്പോൾ, ഒരു പ്രശ്നമില്ല അച്ഛാ, നിങ്ങൾ 2 ദിവസം കൂടി കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്നല്ലേ പറഞ്ഞത്, നിങ്ങൾക്ക് വേറെ എവിടേക്കെങ്കിലും പോയെന്നില്ല, ഇപ്പോൾ പോകാൻ തോന്നിയില്ല അച്ഛാ, ഞങ്ങളും ഇങ്ങോട്ട് പോകുന്നു പറഞ്ഞു. അപ്പോൾ രേവതി പറയും, അതല്ല അച്ഛാ, എനിക്ക് ഒരു വലിയ ഓർഡർ ഉണ്ട്, അമ്മയ്ക്കും ദേവുവിനും കൂടി കൊടുത്താൽ എത്തില്ല, അത് അവർക്ക് പറ്റില്ല, അതുകൊണ്ട് പോകുന്നത് അച്ഛാന്ന് പറയാണ് രേവതി. പക്ഷെ രേവതിയുടെ മുഖം കണ്ടാൽ അറിയാം എന്തോ പ്രശ്നം ഉണ്ടെന്ന്. അപ്പം അങ്ങനെ എന്നാൽ ശരി നിങ്ങൾ വന്നല്ലേ പോയി റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് രവീന്ദ്രൻ അവരുടെ റൂമിലേക്ക് വിടാണ്. അങ്ങനെ അവർ റൂമിലേക്ക് പോകുമ്പോൾ ചന്ദ്രമതി പറയണ, ഇതൊന്നല്ല, ഞാൻ പറഞ്ഞില്ല എപ്പോഴും അവൻ പോയി കഴിഞ്ഞാൽ ഇതുപോലെ അവലെ തിരിച്ചു വരാം, അവ എവിടെയെങ്കിലും കുടിച്ചിട്ട് വല്ല വഴക്കുണ്ടാക്കിയിട്ടുണ്ടാവും, അതെങ്ങനെ ചന്ദ്രൻ നിനക്കറിയണ. അപ്പോൾ പറയും, കണ്ടില്ലേ അവളുടെ മുഖം ഇരിക്കണ കുട്ടിക്കാലം പോലെ വീർത്തിട്ടല്ലേ, അവളെ എത്ര ഹാപ്പി ആയിട്ട് ഇവിടുന്ന് പോയതാ, തിരിച്ചു വരുമ്പോൾ കണ്ടില്ലേ മുഖം കുട്ടിക്കാലം പോലെ വീർത്തിട്ടല്ലേ ഇരിക്കണം എന്നൊക്കെ പറയണം. ചന്ദ്രേ, അവർ പോയ പോലെ തന്നെ തിരിച്ചു വന്നേക്കണം സന്തോഷത്തോടു കൂടി, നീയായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതിരുന്നാൽ മതി എന്ന് പറയണ രവീന്ദ്രൻ. പക്ഷേ ഇതൊക്കെ കേട്ട് നിൽക്കുന്ന ശ്രുതിക്ക് സംശയമുണ്ട്, എന്താ രേവതി സച്ചിൻ പെട്ടെന്ന് തിരിച്ചു വന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് രവീന്ദ്രൻ അവിടെ നിന്ന്, ഇനി നിങ്ങളായിട്ടൊന്നും ഉണ്ടാക്കാൻ ഞാൻ മതി പറഞ്ഞിട്ട് അവിടുന്ന് രവീന്ദ്രൻ എന്നിട്ട് പോകുമ്പോൾ ശ്രുതി വന്നിട്ട് പറയും, എന്തോ ഉണ്ട് ആൻറ്റി, എന്തോ പ്രശ്നം ഉണ്ട്, അല്ലാണ്ട് അവർ ഇത്ര പെട്ടെന്ന് തിരിച്ചു വരില്ല എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയും, ഇപ്പം നിനക്ക് ടൂർ പോകാത്തതിൻ്റെ വിഷമം മാറിയില്ലേ, അവരിങ്ങോട്ട് എത്തിയില്ലേ എന്ന് ചോദിക്കണം. അപ്പം ശ്രുതി ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറി പോവാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് സച്ചിയുടെ രേവതിയുടെ റൂമാണ്. അപ്പോൾ രേവതി ഇങ്ങനെ പറയട്ടെ, എന്തിനാ ഇത്ര ഡ്രസ്സൊക്കെ കൊണ്ടുപോയി, ഒരാവശ്യമില്ലാണ്ട് കൊണ്ടുപോയി എന്ന് പറഞ്ഞ് ഡ്രസ്സുകളൊക്കെ എടുത്ത് കിടക്കയിൽ വലിച്ചെറിയുണ്ട്. അപ്പോൾ സച്ചി പറയേണ്ട, എത്രയായാലും വീട്ടിൽ വന്നാൽ അതിൻ്റെ ഒരു സുഖം വേറെ അല്ലേ രേവതിയെ നിൽക്കുമ്പോൾ രേവതി മൈൻഡ് ചെയ്യണല്ലേ, രേവതി നീ അച്ഛനോട് പറയുമെന്ന് പേടിയുണ്ടായിരുന്നു എനിക്ക്, ഞാനെന്തിനാ ഒളിച്ചു വെക്കണം, ഞാൻ എന്തായാലും അത് അച്ഛനോട് പറയണം, ഞാൻ ഒളിച്ചു വെക്കേണ്ട ആവശ്യം എന്താ, അച്ഛൻ എന്തായാലും അത് അറിയണ്ടേ, ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടേ ഇരിക്കുള്ളൂ എന്നൊക്കെ പറയണേ. രേവതി നീ ഇത് പറയരുത് അച്ഛനോട്, അച്ഛന് വിഷമാവും എന്നൊക്കെ പറയുമ്പോൾ, ഞാനെന്തിനാ മറച്ചു വെക്കണേ, നിങ്ങളല്ലേ തോന്നിയ ദിവസം കാണിച്ചത്, നിങ്ങൾ ഒറ്റയൊരുത്തനല്ലേ ഈ പ്രശ്നങ്ങൾക്ക് മുഴുവൻ കാരണം, ഞാനെന്തായാലും അത് അച്ഛനോട് പറയും, അച്ഛാ വിളിക്കുകയാണ്. അപ്പോൾ രേവതി പറയരുത് പറയുമ്പോഴേക്കും രേവതി അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങണം. അപ്പോൾ രവീന്ദ്രൻ പുറത്ത് പൂമുഖത്ത് നിൽക്കണം. അപ്പോൾ അച്ഛാ വിളിക്കുമ്പോൾ എന്തായിരിക്കുമ്പോൾ, എനിക്കൊരു കാര്യം പറയണ്ട അച്ഛാ പറഞ്ഞിട്ട് രേവതി ഓടി വരികയാണ്. എന്താ മോളെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് സച്ചി വന്നിട്ട്, അതൊന്നല്ല അച്ഛാ, അവൾക്ക് പറയാനുള്ളത് എന്താണെന്നറിയോ, നമ്മൾ മൂന്നാർ പോയപ്പോൾ ആ ഗുഹയില്ലേ, ഒരു ഗുഹവ്, ആ ഗുഹയിൽ ഒരുത്തൻ വീണു എന്നുള്ള കാര്യം പറയാനുള്ള പറയുമ്പോൾ രേവതി പെട്ടെന്ന് ചോദിച്ചിട്ട് അന്തം വിട്ട് നിൽക്കുകയാണ്. അല്ല രേവതി അതല്ലേ പറയാനുള്ളത് ചോദിക്കുമ്പോൾ രേവതിക്ക് പറയാനുള്ള ഗ്യാപ്പ് കൊടുക്കാതെ സച്ചി അത് പറയണം. അപ്പോൾ രേവതി, അല്ല അച്ഛാ, എന്നിട്ട് എന്തെങ്കിലും പറ്റി അയാൾക്ക് പരിക്കൊന്നും ഇല്ലാണ്ട് രക്ഷപ്പെട്ടു എന്നൊക്കെ പറയണം. അപ്പോൾ രേവതി ഇങ്ങനെ അന്തം വിട്ട്, അല്ല മോളെന്താ പറയാണ്ടല്ലോ പറഞ്ഞപ്പോൾ, ഇത് തന്നെ അച്ഛൻ രേവതിക്ക് പറയണം. രേവതി നീ പോയേ അച്ഛൻ നടക്കാൻ പോവല്ലേ, അച്ഛൻ നടന്നു വരുമ്പോഴേക്കും അച്ഛന് ചായ വേണ്ടേ, നീ വേഗം പോയി ചായ ഉണ്ടാക്കി വെക്കപ്പോഴേക്കും അച്ഛൻ നടന്നു വരും എന്നൊക്കെ പറഞ്ഞിട്ട് രേവതിനെ ഉന്തിത്തല്ലേ അകത്തേക്ക് വിടുകയാണ്. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുക, അല്ലടാ എന്നിട്ട് അവന് പരിക്കോളൊന്നുമില്ല രക്ഷപ്പെട്ടു, ഒരു പരിക്കില്ല രക്ഷപ്പെട്ടു വെച്ചാൽ പറയുമ്പോൾ, ഇതിലെന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ രവീന്ദ്രൻ പുറത്തേക്ക് വേണം. അപ്പം സച്ചി വിചാരിക്കണേ, ദൈവമേ പെണ്ണെന്തെങ്കിലും പറയുമെന്ന് ഞാൻ വിചാരിച്ചു, ഭാഗ്യം രക്ഷപ്പെട്ടു, അവൾ പറഞ്ഞില്ല, അച്ഛന് സംശയം തോന്നിയില്ല എന്നങ്ങനെ സച്ചി നെടുവീർപ്പിടാണ്.
എന്നിട്ട് സച്ചി അകത്തേക്ക് പോകുമ്പോൾ രേവതി ഇങ്ങനെ അകത്ത് പോയിട്ട് റൂമിൽ പോയിരുന്ന് ആലോചിക്കുമ്പോൾ രേവതി ഇങ്ങനെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുകയാണ്, ഞാൻ അച്ഛനോട് പറയുന്നത് നിങ്ങൾ വിചാരിച്ചൂലേ ചോദിക്കുകയാണ്. അപ്പോൾ പിന്നല്ലാതെ അച്ഛൻ അറിഞ്ഞാൽ എന്താ വിചാരിക്കുക, നീ പറയുന്നതന്നെ ഞാൻ വിചാരിച്ചെന്നൊക്കെ പറയുമ്പോൾ, അല്ല സച്ചിയേട്ടാ, സത്യം പറഞ്ഞാൽ ഞാനൊരു സാധാരണ പെണ്ണല്ലേ, എനിക്കിതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര വിഷമായി പോയി, എനിക്കിതൊന്നും താങ്ങണുണ്ടായിരുന്നില്ല സച്ചിയേട്ടാ, എനിക്കാകെ പേടിയുണ്ട്, എനിക്ക് ഇതിപ്പോഴും മനസ്സിലത്തെ പേടി മാറിയിട്ടില്ല, ഇനി അത് മാറണമെങ്കിൽ കുറേ ദിവസം ആവും എന്നൊക്കെ പറയണേ രേവതി. അപ്പോൾ സച്ചി പറയും, പേടിക്കണ്ട, ഞാൻ സത്യത്തിൽ എൻ്റെ ഭാഗത്തെ തെറ്റ്, നീ എൻ്റെ കൂടെയുള്ള കാര്യം ഞാൻ ഓർക്കണമായിരുന്നു, ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം രേവതി, ഇനി നീ എൻ്റെ കൂടെ എന്നുള്ള ചിന്ത മനസ്സിൽ വെച്ചിട്ട് ഞാൻ എവിടെ പോവുകയാണെങ്കിലും പെരുമാറുള്ളൂ എന്നൊക്കെ പറയാണ്. അല്ല സച്ചേട്ടാ, എനിക്ക് ആ പേടി പോണില്ല മനസ്സിന്ന്, ഇതെന്തിൻ്റെയൊക്കെയോ തുടക്കമാണെന്ന് എൻ്റെ മനസ്സിങ്ങനെ പറയണു സച്ചേട്ടാ, എനിക്ക് അതിൻ്റെ പേടിയുണ്ട് നല്ലോണം എന്നൊക്കെ പറയാണ് രേവതി സച്ചിയോടൊപ്പം. പേടിക്കണ്ട, ഇനി ഞാൻ നിന്നെ മറന്ന് ഒന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി അവളെ ആശ്വസിപ്പിക്കുകയാണ്. പിന്നീടുള്ള ഭാഗം കാണിക്കുന്നത് ദേവു വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലാണ്. ദേവുവിൻ്റെ കൂട്ടുകാരിക്ക് മിഠായി കൊണ്ട് കൊടുക്കുക, എന്നാൽ ചോക്ലേറ്റ് പറയുമ്പോൾ എന്താ വിശേഷമൊക്കെ വരുന്നത്, എൻ്റെ അരുണേട്ടൻ ഇന്ന് പോലീസ് സ്റ്റേഷനിൽ ചാർജ് എടുക്കണം നമ്മുടെ ഇവിടുത്തെ പറയുമ്പോൾ, ആണോ, അപ്പം നിന്നെ കാണാൻ വേണ്ടിയിട്ടാണോ ഇവിടേക്ക് ട്രാൻസ്ഫർ മേടിച്ച് വന്നെന്ന് ചോദിക്കുമ്പോൾ ഒരു കണക്കിൽ അങ്ങനെ തന്നെയാണ് പറയാണ്. ആണോ, അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ, നീ എന്നിട്ട് എല്ലാവർക്കും സ്വീറ്റ്സ് ഒക്കെ കൊടുത്തേക്കും, പിന്നെ എല്ലാവർക്കും കൊടുത്തിട്ട് ഇത് ഫ്ലാഷ് ആക്കലല്ലേ എൻ്റെ പണി, എൻ്റെ റിലേഷൻ അറിയണത് നിനക്കല്ലേ, അതുകൊണ്ടാണ് നിനക്ക് സ്വീറ്റ്സ് തന്നു, ഞാൻ ഈ സ്വീറ്റ്സും കൊണ്ട് അങ്ങോട്ട് പോയാൽ മതി, വീട്ടിൽ നിന്ന് എല്ലാവരും കൂടി എന്നെ ഓടിക്കും, ആർക്കും അറിയാത്ത കാര്യമെന്നൊക്കെ പറയാണ്. എന്തായാലും നിന്നെ കാണാൻ വേണ്ടിയിട്ട് അരുൺ ഇവിടേക്ക് ചാർജ് എടുത്തല്ലോ, അത് നിന്റെ ഭാഗ്യം പറയുമ്പോൾ എനിക്ക് അരുണേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. അവിടെ വീട്ടുകാർ ഈ കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിലോ ദേവു ചോദിക്കുമ്പോൾ, വീട്ടുകാർ കല്യാണത്തിന് സമ്മതിക്കുക, അരുണേട്ടനെ വേണ്ട വേറൊരാളെയും ദേവു കല്യാണം കഴിക്കില്ല, അത് ഉറപ്പാണ്, ഞങ്ങൾ തമ്മിൽ അത്രയും സ്നേഹത്തിലാന്നൊക്കെ പറയണ. ഇത്രയും സ്നേഹമുള്ള ഒരാളെ കിട്ടിയാൽ നിങ്ങളുടെ ഭാഗ്യമാണ്, നിങ്ങളുടെ കല്യാണമൊക്കെ രണ്ട് വീട്ടുകാരുടെ സമ്മതത്തോടുകൂടി എത്രയും പെട്ടെന്ന് നടക്കട്ടെ എന്നൊക്കെ പറയാണ് ദേവുവിൻ്റെ കൂട്ടുകാരി. ഈ സമയത്ത് ചന്ദ്രോദയത്തിൽ ശ്രുതി വന്നിട്ട് അലമാര തുറക്കണ സമയത്ത് പെട്ടെന്ന് ശ്രുതി GST അടയ്ക്കാത്തതിൻ്റെ റെക്കോർഡ് ശ്രുതിയുടെ കയ്യിൽ കിട്ടാണ്, പേപ്പർ കിട്ടാണ്. അപ്പോൾ ശ്രുതിയുടെ അടുത്ത് ശ്രുതി ഇങ്ങനെ ഇത് കാണുമ്പോൾ ശ്രുതിക്ക് ദേഷ്യം വന്നിട്ട് ഇവനെ കൊണ്ട് തോറ്റു, ഇവൻ അമ്മയുടെ മോൻ തന്നെയാണെന്നൊക്കെ അങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ട് വന്നിട്ട് ചോദിക്കണം, ശ്രുതി ഇതെന്താ അത് ചോദിക്കുമ്പോൾ, ഇതെന്താന്ന് നിനക്കറിയില്ലേ, തുറന്നു നോക്കിയില്ലേ, കണ്ടില്ലേ ചോദിക്കുമ്പോൾ പറയണത്, എന്താ ശ്രുതി GST അടയ്ക്കാന്ന് ചോദിക്കുമ്പോൾ, GST അടയ്ക്കുക, അച്ഛന് പൈസ കൊടുക്കണം, GST അടയ്ക്കണം, എന്തോരം പൈസയ്ക്ക് ചിലവ്, അയാളാണെങ്കിൽ പൈസ പറ്റിച്ചിട്ട് പോയി, ഞാൻ എവിടെ നിന്ന് അടുത്ത് അടയ്ക്കാന്ന് ചോദിക്കുമ്പോൾ അയാളുടെ അടുത്ത് നിന്ന് പൈസ കിട്ടാനുള്ള പരിപാടി നോക്കണ്ടേ, സച്ചി എങ്ങനെയെങ്കിലും അയാളെ കണ്ടുപിടിച്ചിട്ട് പൈസ പിടിച്ചിട്ട് വന്നാണ്, അപ്പം നീ തന്നെയല്ലേ പറഞ്ഞത് സച്ചി ഒന്ന് അന്വേഷിക്കണ്ട, ഞങ്ങൾ തന്നെ അന്വേഷിച്ചോളാന്ന്, അതോടുകൂടി സച്ചി അന്വേഷണം നിർത്തിയില്ലേ, അതുകൊണ്ട് ഇപ്പം എന്തായി, പൈസ കിട്ടുക, നീ അപ്പോഴത്തെ ഒരു ഇതിന് വേണ്ടി പറഞ്ഞത് ഇപ്പം എന്തായി, ഇപ്പം അത് ഏറ്റവും വലിയ തെറ്റായില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ശ്രുതിനെ കുറ്റപ്പെടുത്താണ്. അപ്പോൾ ശ്രുതി പറയും, ഇങ്ങനെയായി എന്താ ചെയ്യുക ശ്രുതി, ഇത് GST അടയ്ക്കണ്ടേ, GST അടയ്ക്കാം, ഞാൻ വിചാരിച്ചിട്ട് ഒരൊറ്റ മാർഗ്ഗമുള്ളൂ, നീ നിൻ്റെ അച്ഛനോട് പൈസ ചോദിക്കും, അച്ഛനില്ലല്ലോ, അച്ഛൻ മരിച്ചല്ലോ അല്ലേ, ഇനിയിപ്പോൾ ആളുണ്ടായിട്ടും വലിയ കാര്യമൊന്നും ഇല്ലല്ലോ, എവിടുന്നെങ്കിലും കുറച്ച് പൈസ സംഘടിപ്പിച്ചിട്ട് ശ്രുതി നീ GST അടയ്ക്കി പറയണം, ഞാൻ എവിടുന്ന് പൈസ സംഘടിപ്പിക്കുക, എനിക്കറിയില്ല, അച്ഛന് കൊടുക്കാനുള്ള പൈസ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കാം, നീ പൈസ സംഘടിപ്പിച്ചിട്ട് എങ്ങനെയെങ്കിലും GST അടയ്ക്കുക പറഞ്ഞിട്ട് ശ്രുതി അവിടുന്ന് GST അടയ്ക്കാനുള്ള ആ പേപ്പർ ശ്രുതിയുടെ കയ്യിൽ കൊടുത്തിട്ട് ആ ഭാരം അങ്ങനെ ശ്രുതിയുടെ തലയിലിട്ടിട്ട് ശ്രുതി അവിടുന്ന് പോവാണ്. അപ്പോൾ ശ്രുതി ഇങ്ങനെ ചോദിക്കുകയാണ്, ദൈവമേ ഞാൻ എവിടുന്ന് എടുത്തിട്ട് GST അടയ്ക്കും, ഇയാൾ എന്തൊരു ഭർത്താവാ, ഇയാൾ തള്ളയുടെ മോൻ തന്നെയാണെന്ന് ഇങ്ങനെ ശ്രുതി വിചാരിക്കുകയാണ്. പിന്നീടാണ് സംഭവബഹുലമായ ട്വിസ്റ്റ് വരുന്നത് കേട്ടോ. സച്ചി വണ്ടി പാർക്ക് ചെയ്തിട്ട് എവിടേക്കോ പോയി വന്നിട്ട് വീണ്ടും വണ്ടി എടുക്കാൻ വേണ്ടി വരുന്ന സമയത്ത് പെട്ടെന്ന് ഒരു പോലീസ് ജീപ്പ് വന്നിട്ട് സച്ചിയുടെ അടുത്ത് നിന്നിട്ട് പറയാണ്, ഈ വണ്ടി എടുക്കാൻ വരട്ടെ എന്ന് പറയാണ്. അതിൽ നിന്നൊരു പോലീസ് ഓഫീസർ ഇറങ്ങണം. അയാളുടെ പേര് നെയിം പ്ലേറ്റ് വേറൊന്നല്ല, അരുൺ എന്നാണ് പേര്. അരുൺ ആരാണെന്ന് നമുക്കറിയാം, ദേവു സ്നേഹിക്കുന്ന പയ്യനാണ്. ദേവു പറഞ്ഞല്ലോ ഓൾറെഡി, അരുണേട്ടൻ ഇവിടെയാണ് പോലീസായിട്ട് ചാർജ് എടുത്തേക്കണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ദേവു സ്നേഹിക്കുന്ന പയ്യൻ്റെ പേരാണ് അരുൺ, അവനാണ് ചാർജ് എടുത്തേക്കുന്നത്. അപ്പോൾ നോ പാർക്കിംഗ് ഏരിയയിലാണ് സച്ചിയുടെ കാർ നിർത്തിയേക്കുന്നത്. അത് കണ്ടിട്ടാണ് അവർ കാർ എടുക്കാൻ വരട്ടെ എന്ന് സച്ചിയോട് പറയണത്. അപ്പോൾ സച്ചി ചോദിക്കും, എന്താ ഞാൻ ഇവിടുന്ന് കാർ എടുക്കണോണ്ട് പ്രശ്നം ചോദിക്കുമ്പോൾ, നിങ്ങൾ ഈ ബോർഡ് കണ്ടില്ലേ ചോദിക്കും അരുൺ വന്നിട്ട് സച്ചിയോട്. ബോർഡോ, അതെ നോക്ക് പറയുമ്പോൾ നോ പാർക്കിംഗ് ഏരിയ വെച്ചാൽ, അയ്യോ സാർ സോറി സാർ, ഞാൻ ആ തിരക്കിൻ്റെ ഇടയിൽ കണ്ടില്ല സാർ, ഞാൻ ഇത്രയും കാലമായിട്ട് 10-20 വർഷമൊക്കെ ആയിട്ട് ഞാൻ വണ്ടി ഓടിക്കുന്ന ആളാണ്, ഞാൻ എല്ലാ നിയമങ്ങളും പാലിച്ചിട്ട് തന്നെ വണ്ടി ഓടിക്കാറ് സാർ, പക്ഷേ ഇത് എൻ്റെ ശ്രദ്ധയിൽ പെട്ടില്ല, ക്ഷമിക്കണം സാർ എന്ന് പറയുമ്പോൾ, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, നിയമങ്ങൾ എല്ലാവർക്കും ബാധകമാടോ, നിങ്ങളൊക്കെ നിയമങ്ങൾ പഠിപ്പിക്കാനാണ് ഞാൻ ഈ യൂണിഫോം ഇട്ട് ഇവിടെ വന്നേക്കണേ, വെറുതെ അല്ലടാ ഞാൻ യൂണിഫോം ഇട്ട് വന്നിക്കണം, നിങ്ങളെപ്പോലുള്ളൊരു നിയമം പഠിപ്പിക്കാനാന്നൊക്കെ പറഞ്ഞിട്ട് ചൂടാവാണ് അരുൺ. അപ്പോൾ സച്ചി പറഞ്ഞു, ചൂടാവണ്ട സാറേ, എനിക്കൊരു അബദ്ധം പറ്റിയില്ല, ഞാൻ ഇതുവരെ ഇങ്ങനെ ചെയ്തിട്ടില്ല, ഇതിപ്പോൾ അബദ്ധത്തിൽ ഞാൻ അവിടെ നിന്ന് പാർക്ക് ചെയ്ത് പോയി, അതിപ്പോൾ സാർ ഇത്ര വലിയ ഇഷ്യൂ ആക്കേണ്ട കാര്യമൊന്നുമില്ല, സാറിന് ഇതിന് ഞാൻ ഫൈൻ അടയ്ക്കല്ലേ വേണ്ടൂ, എത്ര രൂപയാണ് ഫൈൻ എന്ന് വെച്ചാൽ സാറ് പറഞ്ഞോളൂ, ഞാൻ ആ ഫൈൻ അടയ്ക്കാൻ തയ്യാറാണെന്ന് പറയാണ് സച്ചി. ഓഹോ, അപ്പം നിനക്ക് ഈ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കാണിക്കുന്ന പോലെ ഞാൻ പറഞ്ഞപ്പോൾ നിനക്കൊരു വിലയില്ലാത്ത രീതിയിലാണോ നിൻ്റെ സംസാരം? അല്ല സാറേ, നിയമം എനിക്കും അറിയാലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്,
കാറ് നോ പാർക്കിംഗ് ഏരിയയിൽ വെച്ചാൽ ഫൈൻ ഇടുക, ഫൈൻ ഞാൻ അടയ്ക്കണം, അത്രയല്ലേ ഉള്ളൂ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ പോലീസ് ഓഫീസറായ അരുണിന് ദേഷ്യം വരാണ്. അപ്പോൾ അരുൺ ചോദിക്കുക, നീ എന്താ എന്നെ നിയമം പഠിപ്പിക്കാൻ വളർന്നിട്ടുണ്ടോടാ? നീ എന്താ വിചാരിച്ചു? നീ ഒന്ന് ഇങ്ങോട്ട് തിരിഞ്ഞേ, നിൻ്റെ അച്ഛൻ്റെ പേരെന്താ? അല്ല, അച്ഛനെ എന്തിനാ സാർ ഇതിലേക്ക് വലിച്ചഴിക്കണം? അച്ഛൻ്റെ പേരെന്താ പറയേ? അപ്പോൾ സച്ചി പറയും, എൻ്റെ അച്ഛൻ്റെ പേര് രവീന്ദ്രൻ എന്നാണ്. പറയുമ്പോൾ ശരി, നിൻ്റെ തന്ത രവീന്ദ്രൻ്റെ വകയാണോടാ ഈ റോഡ് എന്ന് ചോദിക്കുകയാണ്. ഈ പാർക്കിംഗ് ഏരിയ, ഈ റോഡൊക്കെ നിൻ്റെ തന്ത രവീന്ദ്രൻ്റെ വകയാണോടാ എന്ന് ചോദിക്കുകയാണ് അരുൺ. അത് കേൾക്കണോട് കൂടിയിട്ട് സച്ചിക്ക് ഇങ്ങനെ ദേഷ്യം തിളയ്ക്കുകയാണ്. പിന്നെ എന്താ അവിടെ സംഭവിക്കുകയെന്ന് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കറിയാലോ. പക്ഷേ ആ ഒരു ക്ലൈമാക്സിൽ വെച്ചിട്ടാണ് ഇന്നത്തെ ചെമ്പനീർപ്പൂ അവസാനിക്കുന്നത്. അപ്പം നാളെ അറിയാം പോലീസുകാരനും, അതായത് ദേവു സ്നേഹിക്കുന്ന അരുൺ പറഞ്ഞ പോലീസുകാരനും സച്ചിയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഉണ്ടാവോ ഉണ്ടാവില്ല എന്ന് നമുക്ക് നാളത്തെ എപ്പിസോഡിൽ അറിയാം. അപ്പോൾ എന്നത്തെയും പോലെ എൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാർ ഇന്നും എൻ്റെ കഥ കേട്ടിട്ട് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഇതുവരെ ചെയ്ത സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ എല്ലാവരോടും താങ്ക്